ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. പർച്ചേസിംഗ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു സാധനം വാങ്ങുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക എന്നൊക്കെ പറയുന്നതില്ലേ. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ശരിയായ ക്വാളിറ്റിയിൽ, ശരിയായ അളവിൽ, ശരിയായ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി വാങ്ങുന്നത് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ പർച്ചേസിങ്ങിനെ ഒരു കലയായിട്ടാണ് കാണുന്നത്. നമ്മൾ പർച്ചേസിങ് നമ്മളെ സെലക്ഷൻ മോശമായെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടം വരുത്തും. നമുക്ക് നോക്കാം. പർച്ചേസിങ് ഈസ് ആൻ ആർട്ട്. റോങ് പർച്ചേസ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ കൺട്രോളിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പർച്ചേസ് അനാവശ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഒരുപാട് കോസ്റ്റ് ഉണ്ടാവില്ലേ. ആ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമായിരിക്കും. സോ ശരിയായ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പർച്ചേസ് ചെയ്യാൻ. ആൻഡ് എഫിഷ്യൻറ്റ് പർച്ചേസിംഗ് എൻഷുവർ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് ദ റൈറ്റ് ക്വാളിറ്റി ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി അറ്റ് ദ റൈറ്റ് ടൈം ഫ്രം ദ റൈറ്റ് സോഴ്സ് ആൻഡ് അറ്റ് ദ റൈറ്റ് പ്രൈസ്. ശരിയായ അളവിലുള്ള സാധനം ശരിയായ ക്വാളിറ്റിയിൽ, അതുപോലെ തന്നെ ശരിയായ സമയത്ത് ശരിയായ ആളുടെ അടുത്ത് നിന്ന് ശരിയായിട്ടുള്ള പ്രൈസിൽ വാങ്ങുക എന്നുള്ളതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെ നമ്മളൊരു നല്ല സപ്ലയർ അടുത്ത് പോയിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എന്നാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കിട്ടാവുന്ന മാക്സിമം ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുക, സാധനത്തിന് വാങ്ങുക എന്നുള്ളതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം പർച്ചേസിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക് ഉള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് പർച്ചേസിങ്. ദർ ആർ 2 types ഓഫ് പർച്ചേസിങ്, സെൻട്രലൈസ്ഡ് ആൻഡ് ഡിസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് എന്താ, നമ്മൾ ഒന്നിച്ചു കൂടിയതെന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ പർച്ചേസിങ്ങിനെ മാനേജ് ചെയ്യുന്നത്. ഇൻ എ ലാർജ് കൺസേൺ യൂഷ്വലി ദർ വിൽ ബി എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. യൂഷ്വലി നോക്കുകയാണെങ്കിൽ വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ അടുത്ത് എന്തുണ്ടായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവർ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ ഒറ്റ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ടാവുക. സോ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പർച്ചേസ് മെറ്റീരിയൽ ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് ഈ ഒരു പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. സോ ദിസ് ഇസ് കോൾഡ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. ഇതിനെയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനത്തിന് ഒരു ഓർഗനൈസേഷനിൽ ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുക, വാങ്ങുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ബൈയിങ് എന്ന് പറയുന്നത്. സോ സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് മീൻ പർച്ചേസിംഗ് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ ബൈ എ സിംഗിൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഭാഗത്തേക്കും വേണ്ട മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നതും വാങ്ങുന്നതും ഒക്കെ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ആണ് എഫിഷ്യൻറ്റ് ബൈയിങ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യലൈസ്ഡ് നോളേജ് ആൻഡ് സ്കിൽ ഇൻ ദ ആർട്ട് ഓഫ് പർച്ചേസിങ്. നമുക്കറിയാം, നമ്മൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പർച്ചേസിങ്ങിൻ്റെ കാര്യം ഏൽപ്പിക്കുമ്പോൾ അവരതിൽ എക്സ്പേർട്സ് ആയിരിക്കും. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരുപാട് സപ്ലയേഴ്സൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരായിരിക്കും ഇത്തരത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടാവുക. സോ അവർ വാങ്ങുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മോശമാവില്ല. കാരണം അവരതിൽ എക്സ്പേർട്ടുകളായിരിക്കും, അവർക്കതിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടായിരിക്കും, അതൊരു സ്കില്ലായിരിക്കും. ഓക്കെ, ഈ ഒരു കേസിൽ പറയുന്നത് നമ്മൾ പറഞ്ഞ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാര്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ടെൻഷൻ വേണ്ട. കാരണം അവർ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്കതിൽ നല്ല നോളേജ് ഉണ്ട്, അതുപോലെ അവർക്കതിൽ സ്കില്ലും ഉണ്ട്. സെക്കൻഡ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് പർച്ചേസ്. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒറ്റയ്ക്ക് സാധനം വാങ്ങുന്നതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമായിരിക്കും എൻ്റെ ഒരു ഓർഗനൈസേഷനിലേക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് വാങ്ങുമ്പോൾ. ലാർജർ ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ വലിയൊരു അളവിലൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടൂലേ. സോ അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവും. ദെൻ കോസ്റ്റ് ഓഫ് പർച്ചേസ് പറയുന്ന പോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം സാധനം വാങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അത് എത്തിക്കുന്നതിനും റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ വാങ്ങുമ്പം ആ ഒരൊറ്റ കോസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് കോസ്റ്റ് വരാതെ എൻ്റെ ഒരു ഓർഗനൈസേഷന് ഒറ്റ കോസ്റ്റ് ആയിരിക്കും വരുന്നത്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റും. ദെൻ എൻഷുവർ യൂണിഫോം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഒരേ തലത്തിലുള്ള അല്ലെങ്കിൽ ഒരേ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എത്തിക്കുന്നതോടുകൂടി തന്നെ ആ പ്രൊഡക്ഷനും എന്താവും, കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ
പ്രൊഡക്റ്റിനും ഉണ്ടാകുന്ന ക്വാളിറ്റി എന്ന് പറയുന്നതും ഒന്ന് തന്നെയായിരിക്കും. സോ ഇറ്റ് എൻഷുവർ യൂണിഫോം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സാധനങ്ങളും മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ടെന്ന് പറയാം. ദെൻ എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഇൻവെൻറ്ററീസ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻവെൻറ്ററി കൺട്രോളിന് സഹായിക്കുന്നുണ്ട്. ദെൻ ഇൻവോൾവ് ലെസ് ക്ലറിക്കൽ വർക്ക് ബിക്കോസ് ഓൾ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു പർച്ചേസ് ആർ കെപ്റ്റ് അറ്റ് വൺ പ്ലേസ്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ബുക്കും കാര്യങ്ങളും അല്ലെങ്കിൽ റെക്കോർഡും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അപ്പം അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളും അവരുടെ അടുത്ത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്ലറിക്കൽ വർക്ക് കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ശരിയായ അളവിലായിരിക്കണം നമ്മളിപ്പോഴും മെറ്റീരിയൽ കീപ്പ് ചെയ്യേണ്ടത് അല്ലേ ഓർഗനൈസേഷനിൽ. അല്ലെങ്കിൽ എന്താവും, നമുക്കതൊരു ബേർഡനായിട്ട് മാറും, ഒരു ഭാരമായിട്ട് മാറും, ചിലപ്പോൾ നശിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. എപ്പോഴും പ്രൊഡക്ഷൻ ഇൻ്റർപ്രറ്റ് ചെയ്യാത്ത രീതിയിൽ, അതിനെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വരാത്ത രീതിയിൽ മിനിമം ലെവൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽ എപ്പോഴും നമ്മൾ ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മാക്സിമം ലെവലും നമുക്കുണ്ടായിരിക്കും, അതിൽ കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ ഒരു പ്രോബ്ലം നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാനായിട്ട് കഴിയും. ദെൻ അടുത്ത ഹെഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. ഇങ്ങനെ ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ഹെഡിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഹ്യൂജ് കോസ്റ്റ് ആർ റിക്വയർഡ് ടു സെറ്റപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മളെ ഓർഗനൈസേഷനിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് സെപ്പറേറ്റ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ ചിലപ്പോൾ സിസ്റ്റം വേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് അവിടുത്തെ സ്റ്റാഫ് ഉണ്ടായിരിക്കും, അവർക്ക് മാത്രമുള്ള സ്റ്റാഫിനുള്ള സാലറിയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ വേറെ ഉണ്ടാക്കുന്നത് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് മേ കോസ് ഡിലേ ഇൻ ഗെറ്റിംഗ് ദ മെറ്റീരിയൽസ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഇവിടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മെറ്റീരിയൽ എത്താനുള്ളൊരു കാലതാമസം നേരിടുമെന്നാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. Then third one, it is not suitable for plants or branches located at different places which are far and wide. ഒരു മാനുഫാക്ചറിങ് കൺസേണിന് തന്നെ ചിലപ്പം ഡിഫറൻറ്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ അവിടേക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ ഒരേ സമയം എത്തിക്കുക എന്ന് പറയുന്നത് ഒരൊറ്റ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് നടക്കുന്ന കാര്യം. സോ ഇതുപോലെ പല സ്ഥലത്ത് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ്, ഇറ്റ് മേ റിസൾട്ട് ഇൻ റോങ് പർച്ചേസസ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ പർച്ചേസ് നടത്തുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് റോങ് പർച്ചേസിലേക്ക് എത്തിക്കുമെന്നാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് ലോക്കൽ പർച്ചേസ്. നമുക്ക് ലോക്കൽ പർച്ചേസിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് സപ്ലയേഴ്സൊന്നും ആയിട്ട് നേരിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒക്കെ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിരിക്കും. സോ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ഹെഡ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണ്. നമ്മൾ പറഞ്ഞു, ഇൻ ഡിസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ വാങ്ങുന്നതിനെയാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓർഗനൈസേഷനിൽ സെപ്പറേറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ പർച്ചേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, ഡിസെൻട്രലൈസ്ഡ് ആയിരിക്കും. ഓരോരുത്തരും അവരവർക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് ഡിസെൻട്രലൈസ്ഡ് പർച്ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കാനുള്ളത് ഫംഗ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഓർഗനൈസേഷനിൽ പർച്ചേസിങ് സെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലേ. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസിങ് നടത്തുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ദൗത്യം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷിംഗ് പർച്ചേസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസസ്. പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ കടമ. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. അപ്പോൾ അവർക്ക് ഒരുപാട് സപ്ലയേഴ്സിൻ്റെ കോൺടാക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റ് അവരുടെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ, എന്നാൽ നല്ല ക്വാളിറ്റിയിൽ ചെറിയ റേറ്റിൽ നമുക്ക് എവിടെ നിന്നാണോ മെറ്റീരിയൽ കിട്ടുക എന്നായിരിക്കും അവർ നോക്കുക. സോ അത്തരത്തിൽ സോഴ്സ് ഓഫ് മെറ്റീരിയലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് വൺ പറയുന്നത്. തേർഡ് വൺ, റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ ഫ്രം ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് റിക്വസിഷൻ സ്വീകരിക്കുക. അതായത്
ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് പ്രൊഡക്ഷന് ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മെറ്റീരിയൽ ഈ ക്വാണ്ടിറ്റിയിൽ ഈ ക്വാളിറ്റിയിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുന്ന പർച്ചേസിൻ്റെ റിക്വസ്റ്റ് ഉണ്ടല്ലോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് തേർഡ് കാര്യം പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, പ്ലേസിങ് പർച്ചേസ് ഓർഡേഴ്സ് വിത്ത് സപ്ലയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ സപ്ലയേഴ്സിൻ്റെ അടുത്ത് ഓർഡർ കൊടുക്കുക. ദെൻ ഫിഫ്ത്ത് വൺ, പർച്ചേസിങ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് ഹയർ ക്വാളിറ്റി അറ്റ് ലോവർ പ്രൈസ് ആൻഡ് അണ്ടർ മോസ്റ്റ് ഫേവറബിൾ ടേംസ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ എന്നാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് സംഘടിപ്പിക്കുക, അതിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് പോയിന്റ്. സിക്സ്ത് വൺ, ചെക്കിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ്. സപ്ലയേഴ്സ് നമുക്ക് മെറ്റീരിയൽസ് എത്തിച്ച് തന്നാൽ ആ മെറ്റീരിയലിൻ്റെ ശരിയായ അളവിൽ ശരിയായ ക്വാളിറ്റിയിൽ തന്നെയാണോ എത്തിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. ദെൻ വെരിഫൈങ് ആൻഡ് അപ്രൂവിങ് ദ ഇൻവോയ്സ് ഫോർ പേയ്മെൻറ്റ്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ സപ്ലയേഴ്സിൻ്റെ ആ ഒരു ബില്ലാണ്, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റിൻ്റെ ബില്ലിനെയാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലയേഴ്സിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ വെരിഫിക്കേഷന് ശേഷം നടത്തുക എന്നുള്ളതാണ് സെവൻത്ത് പോയിന്റ് പറയുന്നത്. ദെൻ എയ്ത്ത് വൺ, മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ് റിലേറ്റിംഗ് ടു പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കടമയാണ്. ദെൻ നയൻത്ത് വൺ, കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ലൈക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സെട്ര. ഒരു ഓർഗനൈസേഷനിലെ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അതായത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ മെറ്റീരിയൽ വരുന്നത് എവിടേക്കായിരിക്കും, സ്റ്റോറിലേക്കായിരിക്കും. ദെൻ അതിൻ്റെ ക്വാളിറ്റിയും മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ദെൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. സോ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതും ഈ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടമയാണ്. ദെൻ അടുത്ത ഹെഡ് പർച്ചേസ് പ്രൊസീജിയറാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെഡാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. 7 പോയിൻറ്റ്സ് ആയിട്ടാണ് പർച്ചേസ് പ്രൊസീജിയർ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുനിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ എത്രയാണോ അല്ലെങ്കിൽ അവർക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ റിക്വസ്റ്റ് സ്വീകരിക്കും. പർച്ചേസ് റിക്വസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ, പർച്ചേസ് ചെയ്യുള്ളൂ. സോ ഇതൊരു ഫോർമൽ റിക്വസ്റ്റ് ആണ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പറഞ്ഞ അളവിൽ പറഞ്ഞ ക്വാളിറ്റിയിൽ പറഞ്ഞ ദിവസത്തിൽ ഈ മെറ്റീരിയൽ എത്തിക്കുക എന്നുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കടമയായിരിക്കും. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ റിക്വസ്റ്റ് ആണെന്ന് പറയാം ഈ ഒരു പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എന്ത് ചെയ്യും, ഈ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ റിക്വയർഡ്. ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഏത് ദിവസത്തിലാണോ വേണ്ടത്, ഏത് ക്വാണ്ടിറ്റി, എത്ര അളവ് വേണം, ഏത് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വേണ്ടത്, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് വേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പർച്ചേസ് റിക്വസിഷനിൽ ഉണ്ടായിരിക്കാം. ആൻഡ് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ്, വർക്ക്സ് മാനേജർ എക്സെട്ര. നമ്മൾ കൊടുക്കുന്ന ഈ ഒരു റിക്വസിഷൻ ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു വർക്ക് മാനേജർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ ദ സ്റ്റോക്ക് റീച്ചസ് ദ റീഓർഡർ ലെവൽ. നമ്മളടുത്തുള്ള ഒരു റീഓർഡർ ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന ഏരിയയിൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിനിമം ലെവൽ, മാക്സിമം ലെവലൊക്കെ അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ലെവൽ ഓഫ് മെറ്റീരിയലാണ് മിനിമം ലെവലും മാക്സിമം ലെവലൊക്കെ. റീഓർഡർ ലെവൽ എന്ന് പറയുന്ന ലെവലിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പുതിയ മെറ്റീരിയലിന് ഓർഡർ കൊടുക്കുന്നത്. അതായത് നമ്മൾ മെറ്റീരിയൽ തീരുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത മെറ്റീരിയലിന് ഓർഡർ കൊടുക്കലാണ് ഈ ഒരു കേസിൽ പറയുന്നത്. അതാണ് റീഓർഡർ ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇത്തരത്തിൽ പർച്ചേസ് റിക്വസിഷൻ പ്രിപ്പയർ ചെയ്യുന്നത് റീഓർഡർ ലെവലിന് എത്തുമ്പോഴായിരിക്കും. ദെൻ ദ പർച്ചേസ് റിക്വസിഷൻ ഈസ് ജനറലി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. അതൊരു 3 കോപ്പീസ് ഒക്കെ പോലെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആൻഡ് ഒറിജിനൽ എന്ത് ചെയ്യും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കും. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോർ കീപ്പർ എടുത്തും അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസ് ഓഫ് ഓതറൈസിങ് എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യും, ഫയൽ ചെയ്യുകയും ചെയ്യും. സോ ഒറിജിനൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കും. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആരുടെ അടുത്തുണ്ടായിരിക്കും, സ്റ്റോർ കീപ്പർ അടുത്തുണ്ടായിരിക്കും. കാരണം സ്റ്റോർ കീപ്പർ ആണല്ലോ മെറ്റീരിയൽ വരുമ്പം ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ട്രിപ്ലിക്കേറ്റ് എന്ത് ചെയ്യും, ഓതറൈസിങ് എക്സിക്യൂട്ടീവ് അവരുടെ റെക്കോർഡ്സിൽ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അടുത്തത് അതിൻ്റെ സ്പെസിമെൻ അല്ലെങ്കിൽ ഫോർമാറ്റ് ആണ് പർച്ചേസ് റിക്വസിഷൻ്റെ. സിമ്പിളാണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അതിൽ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏത് ദിവസമാണ് നമുക്ക് വേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് വേണ്ടത്, അതുപോലെ
SL നമ്പർ, കോഡ് നമ്പർ. നമുക്കറിയാം പ്രൊഡക്റ്റിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിന് ഓരോ കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോഡ് നമ്പർ, അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എത്ര വേണം, എത്ര അളവിൽ വേണം, അതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പർച്ചേസ് റിക്വസിഷനിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.